ഒരിക്കലും മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ, നമ്മളെ തന്നെ എപ്പോഴും തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ നമ്മളിത് നന്നാവുള്ളൂ. ഇത് വീണ്ടും 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 ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മൾ മൂർച്ച കൂട്ടുന്ന പോലെയാണ്. അത്ര ഉരച്ചാലാണ് ഇത് മൂർച്ച കൂടുള്ളത്. എൻ്റെ അടുത്ത് മുകേഷ് ആദ്യം ചെയ്തൊരു റാഗിങ് മമ്മൂക്കൊന്നും വന്നിട്ടില്ല. വലിയ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉച്ച കഴിയുമ്പോഴാണ് മമ്മൂക്ക വരുന്നത്. അങ്ങനെ വന്ന് എല്ലാവരോടൊക്കെ ചിരിച്ച് സംസാരിച്ച് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളൊക്കെ നിലത്തൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മമ്മൂക്കാക്ക് ഇരിക്കാൻ ഒരു കസേര കൊണ്ടുവന്നിട്ടു. ആ കസേര കൊണ്ടുവന്നിട്ടത് ഞാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മുകേഷ് ഇരിപ്പുണ്ട്. കസേരയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ വരുന്ന സമയത്ത് മുകേഷിൻ്റെ അടുത്ത് പറഞ്ഞു, ആ കസേര പിടിച്ച് വലിക്ക്, ആ കസേര പിടിച്ച് വലിക്ക്. എൻ്റെ അമ്മയെ നാട്ടിച്ച്. ധ്യാൻ ചേട്ടൻ ഉണ്ടല്ലോ സിനിമയിൽ, പ്രിൻസിലും ഉണ്ടായിരുന്നു, ഇതിലും ഉണ്ട്. എന്താ ധ്യാൻ ചേട്ടനെ പറ്റി പറയാനുള്ളത്? ശ്രീനേട്ടൻ്റെ മോനല്ലേ, ഒരു കുസൃതി കുട്ടൻ എന്ന് പറയാം. നമ്മുടെ മുമ്പിൽ വളർന്നു വന്ന ഒരു പയ്യൻ കാണിക്കുന്ന കുസൃതികളൊക്കെ നമ്മൾ ആസ്വദിക്കില്ലേ. പെരുമാറ്റവും അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ രസകരമായിട്ട് തന്നെ ജീവിതം കൊണ്ടുപോവുകയും ചെയ്യുന്ന നല്ല മിടുക്കനായ ഒരു പയ്യനാണ്. സാർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ കോൺടാക്ട് ചെയ്യുന്നത് മോഹൻലാലല്ലേ. ഏറ്റവും വിഷമങ്ങൾ വിളിക്കാം, എൻ്റെ ഒരു പ്രയാസം ഇന്നതാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാൻ ഏറ്റവും നല്ലത് മോഹൻലാലാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് പറ്റിയെന്ന് മോഹൻലാൽ ആദ്യം ചോദിക്കുക, ഇത് ലോകത്തിൽ ആദ്യമായിട്ടൊരാൾക്ക് പറ്റുന്നതൊന്നുമല്ലല്ലോ, ഇതൊക്കെ സാധാരണ മനുഷ്യന് പറ്റുന്നൊരു കാര്യങ്ങളല്ലേ. അതിപ്പോഴാണ് നമുക്കത് വിഷമമായിട്ട് തോന്നുക. പിന്നീട് ചിലപ്പോൾ അന്ന് ഇത് ഇങ്ങനെ പറ്റിയത് ചിലപ്പോൾ നല്ലതായി എന്ന് നമുക്ക് പിന്നീട് തോന്നാം. ഒരു താങ്ങാണ് വിഷമം പറയാൻ പറ്റിയ ഒരാൾ. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ടഗ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് സിദ്ദിഖ് സാറാണ്. ഏറെ ബഹുമാനത്തോടെ സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷം. ഈ ഒരു മാസത്തിൽ തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് എനിക്ക് സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ദിലീപേട്ടൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഇതിപ്പോൾ എൻ്റെ സ്വന്തം ചേട്ടൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടും. ഒരുപാട് സന്തോഷം സാർ. എന്താ പറയുക, ഒരു അവസരം തന്നതിന് നന്ദി ആദ്യം തന്നെ. ടഗിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ തന്നെ ലെറ്റ് മീ ആസ്ക്, 40 വർഷമായി സാർ ഇപ്പം സിനിമാ ജീവിതം തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ചെയ്ത ക്യാരക്ടേഴ്സ് കൊണ്ടാണെങ്കിലും ഇല്ലെങ്കിൽ എടുത്തിരിക്കുന്ന നിലപാട് കൊണ്ടാണെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് സാറിൻ്റെ. 3 വർഷം മുന്നേ ഉള്ള സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ സാറ് പറയുകയുണ്ടായി, ഒരു ആക്ടർ എന്ന നിലയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ എന്താണ് സിദ്ദിഖെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു ഉത്തരം എൻ്റെ മനസ്സിലുണ്ട്. സോ അതവിടെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഓരോ മനുഷ്യരും ഓരോ ദിവസവും മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 വർഷത്തിന് ശേഷം ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എന്താണ് സിദ്ദിഖ്? ഈ 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്നും സാറ് നേടിയ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് എന്താണ്? എന്താണ് സിദ്ദിഖ് എന്നുള്ളത് പറയേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. ഞാൻ എന്നെ പറ്റി തന്നെ പറയാമെന്ന് പറയുന്നത്, ഞാനങ്ങനെ എന്നെ പറ്റിയൊരു ഒരുപാട് കാര്യങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. എൻ്റെ പ്രവൃത്തികൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അഭിപ്രായങ്ങൾ, ഓരോ കാര്യങ്ങളിലുള്ള എൻ്റെ നിലപാടുകൾ, അതിൽ നിന്നൊക്കെ ഞാനെന്നൊരു വ്യക്തിയെ വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. അപ്പം ഞാൻ എന്താണെന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. അതിന് മുമ്പ് ചോദിച്ചിട്ട് 3 വർഷം മുമ്പ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഒരു വൈപ്പിംഗുകാരൻ, സാധാരണപ്പെട്ടൊരു മനുഷ്യൻ, എല്ലാ രീതിയിലും ഞാൻ വളരെ സാധാരണമായ ഒരാളാണ്. ആക്ടർ എന്ന അപ്പുറത്തേക്ക് ജീവിതത്തിലാണെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടൽ ചൂസ് ചെയ്യുന്നത് വരെ ഏറ്റവും സാധാരണക്കാരൻ ചിന്തിക്കുന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നതായിരുന്നു സാർ അന്ന് പറഞ്ഞ മറുപടി. അതിനിപ്പോഴും മാറ്റമൊന്നുമില്ല. ഐ എം എ വെരി വെരി ഓർഡിനറി പേഴ്സൺ ആൻഡ് എ വെരി വെരി ഓർഡിനറി ആക്ടർ. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഞാൻ എന്നെപ്പറ്റി വിലയിരുത്തുന്നത്. അങ്ങനെയാണ്. പക്ഷേ ആളുകൾ എന്താണോ പറയുന്നത് അതിനാണ് വാല്യൂ. അല്ലാതെ നമ്മൾ വലിയ ഒരാളാണെന്ന് പറയുന്നതിലോ നമ്മൾ സാധാരണക്കാരാണെന്ന് പറയുന്നതിലോ ഒന്നും അല്ല അർത്ഥം. പക്ഷേ എന്നാലും എന്നെപ്പറ്റി അങ്ങനെ മറ്റൊരാൾ പറഞ്ഞ് കേൾക്കാനാണ് എനിക്കിഷ്ടം. തീർച്ചയായിട്ടും സാറിൻ്റെ ഏതൊരു വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ ഈവൻ 1-2 കമൻറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് തന്നെ. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇപ്പോൾ ഈ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ വായിക്കാം. എന്തൊരു പ്രതിഭാശാലിയായ നടനാണ് സിദ്ദിഖ്. ഈ സൂപ്പർ താരം തിരക്കിനിടയിലും മലയാളം വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ നടനാണ് സിദ്ദിഖ് എന്ന് പറയുന്നതാണ്. ഏത് കഥാപാത്രങ്ങളെയും വീര്യമാകട്ടെ, ഹാസ്യമാകട്ടെ, ശൃംഗാരമാകട്ടെ, എന്തും എത്ര ഭംഗിയായാണ് ഈ നടൻ ഉള്ളത് പറയാമല്ലോ. സൂപ്പർ താരങ്ങളെക്കാൾ പലപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുള്ളത് നടൻ സിദ്ദിഖാണ്. ഇതുപോലെയുള്ള കമൻസുകളാണ് സാറിൻ്റെ എല്ലാ വീഡിയോയുടെയും താഴെ കാണാറുള്ളത്. ഈവൻ ലാസ്റ്റ് ഇറങ്ങിയ ഇൻ്റർവ്യൂവിൻ്റെ താഴെയാണെങ്കിൽ പോലും കാണുന്നത് അത്തരത്തിലുള്ള കമൻറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞത്.
എപ്പോഴും സാർ ജീവിതത്തിലും ഇത്രയും ഒരു എന്താ പറയുക വിനീതമായി അല്ലെങ്കിൽ നിഷ്കളങ്കമായി ആ ഒരു രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അത് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല, ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെയാണ്. നമ്മളൊരു ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ സിനിമയിൽ കാണുമ്പോഴാണ് ഇവരൊക്കെ താരങ്ങളാണെന്നും ഇവരൊക്കെ വേറെ ഏതൊരു സ്പേസിലുള്ളതാണെന്നും ഒക്കെ ഉള്ള തോന്നലുകൾ സാധാരണക്കാർക്കുണ്ടാകുന്നത്. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും പല നടന്മാരെ പറ്റിയും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇവരൊക്കെ വലിയ വലിയ ആളുകളാണല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വന്ന് അവരോട് അടുക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവരൊക്കെ വളരെ സാധാരണക്കാരാണ്. ഞാൻ പറയുന്നത് ഈവൻ ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ കാര്യം പോലും അങ്ങനെയാണ്. അവർ സിനിമയിൽ അവരുടെ കഥാപാത്രങ്ങളുടെ വളർച്ച കണ്ട് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ വലിപ്പം കണ്ടിട്ടാണ് ഇവർക്കൊരു വലിയ താരപരിവേഷം ഉണ്ടാകുന്നത്. ആ താരപരിവേഷം അവർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ സ്റ്റാർഡം കീപ്പ് ചെയ്യാൻ അങ്ങനെ പല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും ഇവരോടൊക്കെ നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ തന്നെയാണ്. ഇപ്പം എൻ്റെ അടുത്തൊക്കെ പലരും വന്ന് വർത്തമാനം പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ പറയും, അയ്യോ സിനിമയിലൊന്നും കാണുന്ന പോലെ അല്ല കേട്ടോ, നമ്മൾ സാധാരണ ഒരാൾ സംസാരിക്കുന്ന പോലെയാണ്, പാവമാണെന്നൊക്കെ ഇതുപോലെ തന്നെയാണ് ഞാനും മറ്റ് എൻ്റെ സീനിയറായുള്ള ആക്ടേഴ്സിനെയും ഞാനും വിലയിരുത്തിയിട്ടുള്ളത് അങ്ങനെയാണ്. എല്ലാവരും നമ്മൾ അടുക്കുകയും പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യരല്ലേ, എല്ലാവർക്കും നമുക്കെല്ലാം ഉള്ള ബേസിക് കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. പിന്നെ ഒരു ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനം മാറുമ്പോൾ അതനുസരിച്ചിട്ടുള്ള നമ്മുടെ ചില പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഒരു സാധാരണക്കാരനായിട്ട് തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതൊരു വലിയ വിജയമായിരിക്കും. അതല്ലെങ്കിൽ നമുക്കൊരു ഡൗൺഫോളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിക്കും. നമ്മളൊരു താരപരിവേഷത്തോടു കൂടി ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ലൈഫ് നയിക്കുകയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലക്ഷറിയസ് ലൈഫ് എൻജോയ് ചെയ്യുകയും ചെയ്താൽ പിന്നീട് അത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിക്കും. നമുക്കെന്തായാലും തഗ്ഗിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഇനി തഗ് എൻ്റെ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, ഒരുപാട് പ്രൗഡാണ് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ. എന്താണ് സാർ തഗ്ഗിൻ്റെ വിശേഷങ്ങൾ? തഗ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത്, ബാലു പറഞ്ഞത്, അത് ക്ലിയറായിട്ട് പറയണം, ബാലു ചേട്ടനാണെന്ന്. ബാലു എൻ്റെ സ്വന്തം ചേട്ടനാണ്. എൻ്റെ സ്വന്തം ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത സിനിമയുടെ ഇൻ്റർവ്യൂവിനാണ് ഞാനിപ്പോൾ സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ തഗ്ഗിന് വേണ്ടിയിട്ട് വേറൊരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ഞാനാണ് രാജനോട് പറഞ്ഞത്, നമ്മൾ കിങ്ങിണിക്കും കൂടെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കണം, അല്ലെങ്കിൽ ബാലുവിന് ചിലപ്പോൾ വിഷമം എന്ന് പറഞ്ഞത്. അപ്പോൾ ബാലുവിന് എനിക്കും വിഷമമായേനെ. ശരി, ബാലു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒറ്റ ദിവസം മതി. ഞാൻ ബാലുവിനോട് പറഞ്ഞ് എനിക്ക് ഒന്നല്ല 3, 4, 10 ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളാണ്, ഒരു ദിവസമല്ല. അയ്യോ അങ്ങനെയല്ല സാർ, അത് എല്ലാവരും ഒരു ദിവസമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കൗതുകം തോന്നി. എന്താണ് അങ്ങനെ ഒരു പല പല കഥകളാണോ പറഞ്ഞല്ല, ഒരു കഥയാണ്. ഒരു കഥയിൽ പല പല കഥാപാത്രങ്ങളാണ്. അപ്പോൾ അതിൽ സായികുമാർ ഒരു ദിവസമാണ്, ബിന്ദു പണിക്കർ ഒരു ദിവസമാണ്, സാർ ഒരു ദിവസമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു ദിവസം കൂടെ എത്ര സീൻ എടുക്കും? 4 സീൻ എടുക്കും. അപ്പോൾ അത് കൊള്ളാം. അപ്പം പിന്നെ അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞു തന്നു. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഒരു മിടുക്കാണ് ആലോചിച്ചത്. ബാലു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് പടങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നില്ല. ഇത് ഫസ്റ്റ് ഒരു പടം ചെയ്യുന്ന ഒരാളൊരു കഥയുണ്ടാക്കി അതിൻ്റെ തിരക്കഥ എഴുതി സംഭാഷണങ്ങൾ എഴുതി അതിലൊരു മേജർ ക്യാരക്ടറും അഭിനയിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഒറ്റ ദിവസം കൊണ്ട് 4 സീൻ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു സിനിമ എത്ര ഉണ്ടാവും? സിനിമ ഒരു 1.5 മണിക്കൂർ ഒക്കെ ഉണ്ടാവുള്ളൂ. നമുക്കൊരു സെൻസറിങ്ങിന് മിനിമം അവരാവശ്യപ്പെടുന്ന ലെങ്ത് തന്നെ ഉണ്ടാവുള്ളൂ. അതിനുള്ളിലൊരു കഥ പറയുകയാണ്. അപ്പോൾ പുതുതായി വരുന്നൊരു സംവിധായകനാണ്, ആദ്യമായിട്ട് ചെയ്യുന്നൊരു സംവിധായകനാണ്. അയാൾ എന്നെപ്പോലെ ഒരു പഴയ ആക്ടറെ അഭിനയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് സന്തോഷപൂർവ്വം അതിൽ പക്ഷെ വന്ന് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ പോയത്. കാരണം എടുത്ത സീൻസ് എല്ലാം ആ സിനിമയിലെ ക്രൂഷ്യൽ സീൻസ് ആയിരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ അത് പിക്ചറൈസ് ചെയ്യുകയും വളരെ നല്ല എന്താ പറയുക ഒരു പരിചയമുള്ള ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ, അല്ലാതെ പുതിയൊരാളുടെ ഒരു പകപ്പോ അല്ലെങ്കിൽ അയാളുടെ ഒരു കൺഫ്യൂഷനോ. സാധാരണ ചില ആളുകളൊക്കെ പുതിയതല്ലെങ്കിൽ പോലും ഒരു സീൻ എടുക്കുമ്പോൾ അങ്ങനെയാണോ അങ്ങനെയാണോ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എടുക്കാം, പിന്നെ ഒന്നും കൂടെ എടുക്കാം. അവർക്കൊന്നും ഒരു പൂർണ്ണ തൃപ്തി ഉണ്ടാവില്ല നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ. അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പം കൊണ്ടുമല്ല, അവർ തന്നെ നമ്മളോട് വന്നിട്ട് പറയും അത് വളരെ നന്നായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെയും കൂടെ ഒന്നും എടുത്താൽ കൊള്ളാമെന്നില്ല. അപ്പോൾ ഇങ്ങനെ അവർക്കതിൻ്റെ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും അവർ. ബാലുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ എന്താണ് വേണ്ടതെന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയുണ്ടായിരുന്നു. കുട്ടനാട് ഭാഗത്തായിരുന്നു എൻ്റെ ഷൂട്ടിംഗ്. എന്നോടൊരു 8 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ എത്തി. വൈകുന്നേരം അപ്പം അന്ന് നോമ്പ് സമയമാണ്, ഞാനന്ന് ഫാസ്റ്റിങ്ങിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഉച്ച കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് വന്നു. 4 സീനും എടുത്ത് അവിടെ നിന്ന് പറഞ്ഞു. സന്തോഷം. ഇപ്പം പുതിയൊരു ഡയറക്ടറാണ് സാറിനെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പുതിയ ഡയറക്ടേഴ്സ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പം എന്തൊക്കെ ഫാക്ടേഴ്സാണ് സാർ ശ്രദ്ധിക്കാറുള്ളത്?
ഞാനങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറില്ല. പുതിയ ആളുകൾ വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറഞ്ഞ് അവർ നമ്മളെ മാറ്റി നിർത്തുന്നില്ലല്ലോ. പുതുതായിട്ടൊരു ആൾ വരുമ്പോൾ അവരും എപ്പോഴും പുതുമയാണ് ആവശ്യപ്പെടുന്നത്. സിനിമയ്ക്ക് എപ്പോഴും വേണ്ടത് പുതുമയാണ്. അപ്പോൾ ഈ പഴയ ആക്ടേഴ്സ് തന്നെ വീണ്ടും വീണ്ടും അഭിനയിക്കുമ്പോൾ അവർ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞങ്ങളെപ്പോലുള്ള ആക്ടേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ അഭിനയത്തിൽ പുതുമ കൊണ്ടുവരാൻ നോക്കും. നമ്മൾ 40 കൊല്ലം മുമ്പ് ഞാൻ സിനിമയിൽ വരുമ്പോൾ ഉള്ള ഒരു അഭിനയത്തിൻ്റെ പാറ്റേൺ അല്ല ഇപ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മളെ ആളുകൾക്ക് മടുക്കാതിരിക്കുള്ളൂ. അപ്പോൾ പഴയ ഡയറക്ടേഴ്സും പഴയ റൈറ്റേഴ്സും മാത്രമാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ നമ്മൾ അവരുടെ ഒരു ശൈലിയിൽ തന്നെ അങ്ങനെ പോകും ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്ക്രിപ്റ്റ് സാർ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു സിനിമയായിട്ട് ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പം ക്യാരക്ടർ, അതായത് റോളിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിക്കുന്നത്, അതോ ആ സ്റ്റോറിയിൽ സ്ക്രിപ്റ്റിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എനിക്കങ്ങനെ ഒരു ടോട്ടൽ സ്ക്രിപ്റ്റ് വിലയിരുത്താനോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥയുടെ ഒരു രീതികളെ പറ്റിയിട്ടൊരു ജഡ്ജ് ചെയ്യാനോ എന്നുള്ളൊരു കപ്പാസിറ്റി ഉള്ള ആളല്ല. ഞാനെപ്പോഴും നോക്കുന്നത് ആ കഥയിൽ എൻ്റെ കഥാപാത്രങ്ങൾക്കുള്ളൊരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഞാനൊന്ന് അവെയർ ആവും. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കിട്ടാറുണ്ട്, വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കിട്ടാറുണ്ട്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഒരു ധാരണ നമുക്കുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാനൊരു സിനിമ വേണ്ടാന്ന് വെക്കുകയോ സെലക്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നെ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ എപ്പോഴും ഞാൻ വർക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാറ് പണ്ട് ജോഷി സാറ് പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഇതാണ്, ലേലത്തിൻ്റെ ഏതോ സമയത്ത് പറഞ്ഞാന്ന് പറഞ്ഞു, ഒരു സിനിമയും വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും അഭിനയിക്കില്ല എന്ന് നീ പറയരുത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടു. അതിനുശേഷം അത് ആ ഒരു പറഞ്ഞ ആ ഒരു കാര്യം ഫോളോ ചെയ്തിട്ടുണ്ട്? അതിനുശേഷം എന്നല്ല, അതിന് മുമ്പും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാനൊരു കഥ കേട്ടതിന് ശേഷം വേണ്ട ഞാൻ ഈ റോള് ചെയ്യില്ല എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. കാരണം എനിക്കങ്ങനെ നല്ല റോളുകളാണ് എല്ലാവരും തരാറുള്ളത്. പിന്നെ അങ്ങനെ റിജക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അധികാരം അതല്ലെങ്കിൽ അതിനുള്ളൊരു അവകാശം അല്ലെങ്കിൽ അവസരം ഉള്ളത് എപ്പോഴും ലീഡ് റോൾ ചെയ്യുന്ന ആളുകൾക്കാണ്, സ്റ്റാർസിനാണ്. ഇപ്പോൾ ഒരു സിനിമ ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ തുടങ്ങാൻ പറ്റുള്ളൂ. ഒരു സ്റ്റാറിൻ്റെ ഒരു ഓക്കെ വേണം. ഒരാളുടെ കയ്യിൽ 100 കോടി രൂപയുണ്ട് ഒരു സിനിമ എടുക്കാൻ. പക്ഷേ ആ കഥ, ഇയാൾ പറയുന്ന കഥ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ആക്ടർ അതിനകത്ത് വരുന്നില്ലെങ്കിൽ ആ സിനിമ തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വെച്ചാൽ സിനിമ അങ്ങ് ചെയ്യാൻ തോന്നും. അങ്ങനെയല്ലല്ലോ, ഈ സിനിമയ്ക്കൊരു ഒരു മാർക്കറ്റ് വാല്യൂ വേണം, ഈ സിനിമ വാങ്ങാൻ ആൾ വേണം, ഈ സിനിമ കാണാൻ ആൾ വേണം. നമ്മൾ ഇന്നൊരു സിനിമ വരുന്നു, അത് ആരുടെ സിനിമയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇപ്പം ഞങ്ങളൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഷൂട്ടിംഗ് കാണാൻ വരുന്ന പ്രേക്ഷകർ നമ്മൾ പരിചയപ്പെട്ട ചോദിക്കുന്നത് ഇതിലാരാ ഹീറോ എന്നാണ് ചോദിക്കുന്നത്. അതാണ് അതിൻ്റെ എപ്പോഴും ഒരു അട്രാക്റ്റിംഗ് പോയിന്റ്. അതിപ്പോൾ സിനിമയ്ക്ക് മാത്രമല്ല, പല കാര്യങ്ങൾക്കും അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ കാര്യം എടുത്താൽ അവിടെ ചിലപ്പോൾ 20 ഡോക്ടേഴ്സ് ഉണ്ടാവും, പക്ഷേ ഒരു ഡോക്ടറുടെ പേരിലായിരിക്കും ആ ഹോസ്പിറ്റൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഡോക്ടർ അവിടെ മസ്റ്റാണ്. ചിലപ്പം ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. എന്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ പോലും ആ ഒരു ഡോക്ടർക്ക് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി വേറെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ടാവും, ഒരുപാട് സ്റ്റാഫ് ജീവിക്കുന്നുണ്ടാവും, മറ്റൊരുപാട് ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാവും. അവരും പിന്നീട് പ്രശസ്തരായി വരികയൊക്കെ ചെയ്യും. അപ്പോൾ എന്നതുപോലെ സിനിമയ്ക്കും എപ്പോഴും ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്ടർക്ക് മാത്രമേ ഒരു കഥ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ വേണ്ടാന്ന് പറയാനുള്ള അവകാശമുള്ളൂ. അദ്ദേഹം അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ആ സിനിമ നന്നായില്ല എങ്കിൽ അതിൻ്റെ ഒരു ബാധ്യത ഈ നടൻ്റെ തലയിലാണ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ വരരുത്. എല്ലാ സിനിമകളും നന്നാവണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹവും പറയുന്നത്. പക്ഷേ ചില റൈറ്റേഴ്സൊക്കെ പറയാറുണ്ട്, ഒരു ഹീറോയുടെ ഒരു യെസ്-ൽ നിന്നാണ് നമ്മളൊരു സിനിമ തുടങ്ങുന്നത്. ഒരു സിനിമയുടെ കഥ പറഞ്ഞു, അത് അദ്ദേഹത്തെ ഇമ്പ്രസ് ചെയ്യിച്ചു, ശരി നമുക്ക് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞിടത്തു നിന്നാണ് പിന്നീട് ബാക്കിയെല്ലാം രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം അതിനകത്തുള്ള മറ്റ് സഹനടന്മാരുടെ റോളുകൾക്ക് നമ്മളെ വിളിക്കുമ്പോൾ ഞാൻ അതിൻ്റെ മൊത്തം കഥ കേട്ടതിന് ശേഷം ഞാനില്ല എന്ന് പറയാനുള്ളൊരു അവസരം ഇന്ന് വരെ അങ്ങനെ നോ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഒരിക്കലും. അങ്ങനെ ഇപ്പോൾ ചില സമയം ഇല്ലാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ വേറെ ആ സമയത്ത് വേറെ ആ സമയത്ത് വേറെ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അതും വളരെ കുറവേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ആ ഡേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നെയാണ്. സാറിനെ പറ്റി ഇതുപോലെ ഞാൻ കേട്ടൊരു കാര്യമാണ്, സാർ ഇങ്ങനെ പ്രതിഫലം കൃത്യമായി പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കാറില്ല, പക്ഷെ റോൾ ഞാൻ ചോദിച്ച് വാങ്ങിക്കാറുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച് വാങ്ങിച്ച റോൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? പല സിനിമകളിൽ പല റോളുകളുണ്ട്. റോൾ ചോദിച്ച് വാങ്ങാന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇപ്പോൾ ഒരു കഥാപാത്രം ചെയ്യാനായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ കഥ കേട്ട് കഴിയുമ്പോൾ മറ്റേ റോളിൽ ആരെങ്കിലും ഇല്ല അതിൻ്റെ കാസ്റ്റിംഗ് ആയിട്ടില്ല, എന്നാൽ പിന്നെ ഞാൻ ആ റോള് ചെയ്യട്ടെ, കാരണം ഞാൻ അങ്ങനത്തെ റോള് ചെയ്തിട്ടില്ല. അതിപ്പോൾ നായകൻ എന്ന് പറയുന്ന സിനിമയിൽ ലിജോ ജോസ് പല്ലിശ്ശേരി ആദ്യമായിട്ട് ചെയ്ത സിനിമയിൽ വേറൊരു പോലീസ് ഓഫീസറുടെ റോള് ചെയ്യാനാണ് എന്നെ ലിജോ വിളിച്ചത്. കഥയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞാൻ മറ്റേ വില്ലൻ്റെ റോള് നല്ല ഡ്യുവൽ റോളാണ്, അപ്പോൾ അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ലിജോ പറഞ്ഞു ഞാനത് ഒരു പുറത്തുനിന്നുള്ളൊരു ആക്ടറാകുമ്പം കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാണ് വിചാരിച്ചത്. വേറൊരു കണ്ടിട്ടില്ലാത്ത ഒരാളെ കാണിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇപ്പം പുറത്തുനിന്ന് ഒരാളെ ഇവിടെ ഇപ്പം തന്നെയുള്ള ആളുകൾക്ക് അധികം സിനിമകളില്ല, ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾക്കൂടെ സ്പേസ് ഇല്ല ഇവിടെ. ലിജോ എനിക്ക് ആ റോള് തന്നെ ഞാൻ കുറച്ചും കൂടെ
നന്നായിട്ട് ചെയ്യാം. അങ്ങനെ ലിജോ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. 3-4 ദിവസം കഴിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും സിദ്ദിഖേട്ടൻ അത് ആഗ്രഹിച്ചതല്ലേ, അപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് അതങ്ങനെ August 1 എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കാട് സിനിമയുണ്ട്, ഷാജി കൈലാസ് ഡയറക്ടർ. അതിലും വേറൊരു വേഷത്തിനാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ഷാജിയുടെ അടുത്ത്, ഷാജിയോടൊക്കെ നമുക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എനിക്ക് ആ മെയിൻ വില്ലൻ്റെ റോള് ചെയ്ത വലിയ ആഗ്രഹമാണ്. എനിക്ക് നിങ്ങളൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു റോള് തരാനുള്ളൂ, അപ്പോൾ എനിക്ക് ആ റോള് തന്നൂടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതും ഇപ്പം പോലെ ഹിന്ദിയിൽ നിന്ന് ഏതോ ഒരു ആക്ടറെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, മമ്മൂക്കടുത്ത് ചോദിക്കുക. ഞാൻ മമ്മൂക്കടുത്ത് പറഞ്ഞു. നമുക്ക് പറഞ്ഞു എടാ ഞാനല്ല, അതൊക്കെ ഷാജിയാണ് തീരുമാനിക്കുന്നത്. ഈ ഷാജിയോട് ഞാൻ ഷാജിക്ക് ഓക്കെയാണ് പറഞ്ഞു. പിന്നെ എൻ്റെ പ്രൊഡ്യൂസറാണ് ഉള്ളത്. അപ്പോൾ പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞു മറ്റേ റോളാണ് എനിക്ക് തരുന്നതെങ്കിൽ ഞാൻ പറയുന്ന റെമ്യൂണറേഷൻ തരണം, ഈ റോളാണെങ്കിൽ സാർ തരുന്ന റെമ്യൂണറേഷൻ മതി, എനിക്കതിനകത്ത് വേറെ ഒരു ഡിമാൻഡും ഇല്ല. പുള്ളി പറഞ്ഞ് അങ്ങനെയൊക്കെ അതൊക്കെ ഈ സിനിമയിൽ ഒരുപാട് അടുത്ത ബന്ധവും സ്നേഹവും ഒക്കെ ഇവരൊക്കെ എല്ലാവരുമായിട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാനും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം വില്ലൻ കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ കോമഡി ക്യാരക്ടേഴ്സ്, ക്യാരക്ടർ റോൾസ്, ഇപ്പം അച്ഛൻ മകൻ ബന്ധം, അങ്ങനെ പല പല രീതിയിലാണ്, പല ക്യാരക്ടേഴ്സിലാണ് സാറിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏത് ടൈപ്പ് റോൾ ചെയ്യുമ്പോഴാണ് കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടായിട്ട് വന്നിട്ടുള്ളത്? എല്ലാം ഉണ്ടോ? ചലഞ്ചിങ് ആണ്, എല്ലാം ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഒരു ഈസി, അത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു ഈസി ജോബല്ല അത്. എപ്പോഴും നമ്മളെ തന്നെ അനുകരിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ഞാനിങ്ങനെ എവിടെയോ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതെപ്പോഴും മനസ്സിലിങ്ങനെ വരും. ഒരു അച്ഛൻ റോള് തന്നെ ഇപ്പോൾ ദിലീപിൻ്റെ അച്ഛനായിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചു, വീണ്ടും ദിലീപിൻ്റെ അച്ഛനായിട്ട് വേറൊരു പടത്തിൽ അഭിനയിക്കുമ്പോൾ ദിലീപ് അതുപോലെ ആയിരിക്കില്ല, ദിലീപിൻ്റെ ക്യാരക്ടർ വേറെയാണ്. അപ്പോൾ ആ അച്ഛനും ചില സ്വഭാവ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തിരക്കഥാകൃത്തുമൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് അങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു റോള് പോലെ ആവരുത് എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും ആ കഥാപാത്രം ചെയ്യുക. സാർ ഇപ്പോൾ കഴിഞ്ഞൊരു ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല കഥാപാത്രങ്ങളും ചെയ്തതിന് ശേഷം പിന്നീട് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കുറച്ചും കൂടെ മെച്ചമാക്കായിരുന്നു തോന്നാറുണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇത് വേറൊരു ഇതിൽ അപ്രോച്ച് ചെയ്യാറെന്ന് തോന്നിയതുണ്ടോ? ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങനെ തോന്നി. അതെനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ആക്ടേഴ്സിനും. ഇപ്പം ഞങ്ങൾ സഹപ്രവർത്തകരെല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതെല്ലാവരും പറയുന്നത് തന്നെയാണ്. നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയല്ലല്ലോ ഇത് കുറച്ചും കൂടെ അത്രയും ഒരു ഇൻറ്റൻസീവായിട്ട് ചെയ്യണ്ടായിരുന്നു, കുറേ കൂടെ ലൈറ്റായിട്ട് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അത്രയും ലൈറ്റായിട്ട് ചെയ്താൽ പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കറക്ഷൻസ് എല്ലാ ക്യാരക്ടേഴ്സിനും തോന്നും. മാറി മാറി ചെയ്യണം എന്ന് തോന്നും. ഇപ്പോൾ ഞാൻ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത് ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ അഭിനയിച്ചൊരു സിനിമയാണ് സന്ദേശത്തിലെ ഉദയഭാനു. ഒരു ഇപ്പോൾ 30-35 കൊല്ലം മുമ്പ് അഭിനയിച്ചാണ്. അപ്പോൾ ഞാൻ എല്ലാ ഇൻ്റർവ്യൂകളിലും പറയാറുണ്ട് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ക്യാരക്ടറാണ്. അപ്പോൾ കാരണം ആ ക്യാരക്ടറിന് അത്രയും ഓഥർ സപ്പോർട്ടും ഡയറക്ടോറിയൽ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കുറച്ച് കുറവായിരുന്നു, കുറച്ചും കൂടെ നന്നായിട്ട് അത് അഭിനയിക്കായിരുന്നു. ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറൊരു രീതിയിലായിരിക്കും. മണ്ണുദേവഭാനുവിനെ ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്നത് ചിലപ്പോൾ ഇപ്പോൾ അമ്മ പൈസ കൊണ്ടൊന്ന് സ്കൂളിൽ തരുന്ന കാര്യമൊക്കെ പറയുന്നത് വേറൊരു രീതിയിലായിരിക്കും. ഞാൻ ഇപ്പോൾ വായിച്ച ആ കമൻറ്റ് സെക്ഷൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത കഥാപാത്രം ഉദയഭാനു എന്ന് പറഞ്ഞാൽ കൊടുത്തിരുന്നത്. അത് ഞാൻ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് ഒരുപാട് ആൾക്കാർ ഉൾക്കൊണ്ടൊരു ക്യാരക്ടറാണ്. അത് ആ സമയത്ത് അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സന്ദേശത്തിൽ ആ വേഷം കിട്ടുന്നത്. അങ്ങനെ ഇമോഷണൽ ടച്ചൊക്കെ ഉള്ള റോള് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇപ്പം തഗ്ഗിലെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്ന് പറയുമോ സാറിൻ്റെ? ഒരു ക്യാരക്ടർ എന്താണെന്ന് പോലും, അതിപ്പോൾ അധ്യാപകനാണോ കൊലപാതകയാണോ പോലീസ് ഇൻസ്പെക്ടറാണോ വക്കീലാണോ എന്ന് പോലും പറയാതിരിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ആ കഥ അങ്ങനത്തെ ഒരു കഥയാണ്. സാറിൻ്റെ സൗണ്ടില്ലേ, അതിപ്പോൾ സാറിൻ്റെ മോൻ്റെ ഇൻ്റർവ്യൂ തന്നെയാണെങ്കിലും എല്ലാവരും ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്നത് സിദ്ദിഖിക്കയുടെ സൗണ്ട് മോഡുലേഷൻ അങ്ങനെ തന്നെയാണ് പറയാറ്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഈ സൗണ്ട് മോഡുലേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സാർ അതെങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് സിനിമകൾക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ ഹരിഹർ നഗറിലൊക്കെ എൻ്റെ ശബ്ദം പോലെയല്ല ഇപ്പോഴത്തെ എൻ്റെ ശബ്ദം. അത് ശബ്ദത്തിന് മാറ്റം വന്നിട്ട് പ്രായം വരുമ്പോൾ എല്ലാവർക്കും ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വരും. ശബ്ദം മാറുന്നതിലല്ല വലിയ കാര്യം. ഇപ്പോൾ ശബ്ദത്തിന് അങ്ങനെ നല്ല ശബ്ദം ചീത്ത ശബ്ദം എന്നൊന്നും നമുക്കങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ശബ്ദം നമുക്കിഷ്ടമുള്ള ശബ്ദമാണ്, അയാളുടെ ശബ്ദം കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമായിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ മുഖം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖമായിരിക്കും, മറ്റൊരാൾക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ശബ്ദത്തെ ഞാനങ്ങനെ നല്ല ശബ്ദം ചീത്ത ശബ്ദം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ശബ്ദം ഉപയോഗിക്കുന്ന രീതിയുണ്ട്. നമ്മളതിന് എവിടെ ഏറ്റക്കുറച്ചിലുകൾ കൊടുക്കണം, എവിടെയാണ് അതിന് ഊന്നൽ കൊടുക്കേണ്ടത്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ
എങ്ങനെ വേണം ആ ശബ്ദം മോഡുലേറ്റ് ചെയ്തെടുക്കാൻ, ഇതൊക്കെ നമ്മൾ ബൈ എക്സ്പീരിയൻസ് പഠിച്ച് വന്നതാണ്. ഇപ്പോൾ ഞാൻ ന്യൂഡൽഹിയിലോ ഹരിഹർ നഗറിലോ സംസാരിക്കുന്ന പോലെ അല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ 10 വർഷം മുമ്പ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇതൊക്കെ നമ്മുടെ സിനിമകളും നമ്മുടെ ഇൻ്റർവ്യൂകളും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതികളൊക്കെ കേട്ട് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോഴാണ് അങ്ങനെ. ഇപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു സീനിയർ ആക്ടർ, ഞങ്ങൾ ഒരു ഹോട്ടൽ ലോബിയിൽ ഇരിക്കുമ്പോൾ ഒരു സിനിമ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഡയലോഗ് പോർഷൻ വന്നു. അപ്പോൾ ഈ ആക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കേട്ടു നോക്ക്, ഇത്രയും നല്ല ശബ്ദമുള്ള ഒരു ആക്ടർ മലയാളത്തിലുണ്ടോ എന്ന് ആ ആക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ മനസ്സിലാലോചിച്ചു, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ ഒരുപാട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് വിലയിരുത്തിയൊരു കാര്യം, അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിനൊരു മാറ്റമില്ല. ആ ശബ്ദത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ക്രമീകരണത്തിലോ അദ്ദേഹം ഡയലോഗ് പറയുന്ന രീതിയിലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പല ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. അദ്ദേഹം ഇൻസ്പെക്ടറായി വന്നാലും മുഖ്യമന്ത്രിയായി വന്നാലും മറ്റു റോളിൽ വരുമ്പോഴും ഈ ഡയലോഗിൻ്റെ ഒരു രീതി ഒരേപോലെയാണ്. നമ്മളതിൻ്റെ ഒരു സൗണ്ട് വേവ്സ് മോണിറ്റർ സ്ക്രീനിൽ കണ്ടാൽ എപ്പോഴും സൗണ്ട് വേവ്സ് ഒരേപോലെ തന്നെ ആയിരിക്കും. അതിനൊരു വ്യത്യാസം വരുത്താൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. കാരണം അദ്ദേഹം അത് പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും കരിയറിൽ അങ്ങനെ ഒരു വലിയ വളർച്ച ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആ ഒരു രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഒരു കാലഘട്ടത്തിൽ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും സിനിമയിൽ അധികം ഇല്ല. അത് വരുന്നതുകൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്താത്തതുകൊണ്ടാണ്. ഒരിക്കൽ മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ, നമ്മളെ തന്നെ എപ്പോഴും തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ നമ്മളിത് നന്നാവുള്ളൂ. ഇതിങ്ങനെ ഒരു സംഗതി ചിലപ്പം നമ്മൾ ചെയ്തൊരു കാര്യം കണ്ടിട്ട് നമുക്ക് നല്ലതാണെന്ന് തോന്നും, അത് നമ്മുടെ ആത്മവിശ്വാസമാണ്. പക്ഷേ അതോടുകൂടി ഞാനത് നന്നായി എന്ന് വിശ്വസിക്കുകയല്ല വേണ്ടത്. വീണ്ടും ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മൾ മൂർച്ച കൂട്ടുന്ന പോലെയാണ്. എത്ര ഉരച്ചാലാണ് ഇത് മൂർച്ച കൂടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ ശബ്ദത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. കാരണം ശബ്ദത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും അതെ. നമ്മൾ പിക്ചർ കാണാതെ നമ്മൾ റേഡിയോയിൽ നമ്മുടെ ഒരു സിനിമയുടെ ശബ്ദരേഖ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ആ കഥ മനസ്സിലാവും. ഓഡിയോയുടെ പ്രത്യേകത അതാണ്. നമ്മൾ പറയുന്നൊരു കാര്യത്തിലൂടെ നമ്മൾ തമ്മിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന അപ്പുറത്തെ റൂമിലിരുന്ന ഒരാൾ കേട്ടാലും ഞാൻ ഈ പറയുന്നത് മുഴുവൻ അദ്ദേഹത്തിന് മനസ്സിലാവും, നമ്മളെ കാണണമെന്നില്ല. അതേസമയത്ത് എൻ്റെ ഓഡിയോ കേൾക്കാതെ ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്തിരുന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ബോറടിക്കും. അപ്പോൾ വീഡിയോയേക്കാൾ കൂടുതൽ ഓഡിയോയിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്നൊരു കാര്യം വീണ്ടും ഞാൻ ഡബ് ചെയ്യുമ്പോൾ കുറേ കൂടെ ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും ഡബ്ബിങ്, അതുപോലെ പലരുടെയും ഡബ്ബിങ് കേൾക്കുമ്പോഴാണ് എനിക്ക് ചിലത് എന്ത് ഗംഭീരമായിട്ടാണ് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് മോശമായിട്ടുള്ളൊരു മോഡുലേഷനാണ് അവർ സംസാരിക്കുന്നത്, ഇത് രണ്ടും തോന്നാറുണ്ട്. അപ്പോൾ ആ തോന്നലുകളിൽ കൂടെയൊക്കെ ഞാൻ ഒരിക്കലും അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതല്ല, ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ചോട്ടാ മുംബൈയിലെ ക്യാരക്ടറിൻ്റെ കാര്യമായിരുന്നു അത്. ഞാനിങ്ങനെ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിൻ്റെ കോസ്റ്റ്യൂം റെഫറൻസ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എല്ലാം സാറാണ് സജഷൻ പറഞ്ഞതെന്നുള്ളത്. അതിലെ ആ സൗണ്ട് മോഡുലേഷനും അത് ഭയങ്കര ഡിഫറൻസ് ആണ്. സാറിൻ്റെ കുറച്ച് ബാസുള്ള ഈ ഒരു ടോൺ കേട്ടിട്ട് അതിൽ ഭയങ്കര ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും? അത് ഡബ് ചെയ്യുന്ന സമയത്ത് ബെന്നിയാണ് എൻ്റെ സ്ക്രിപ്റ്റായിട്ട്, ബെന്നി പി നായരമ്പലം. ബെന്നിയുടെ സജഷനാണത്. ഇങ്ങനെയൊന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ശബ്ദത്തിനൊരു മുഴക്കമുണ്ടല്ലോ, നമ്മൾ ഈ ബേസ് അത് നമുക്കങ്ങ് ഫുൾ കട്ട് ചെയ്തിട്ട് ഡബ് ചെയ്യാം. ബേസ് ഇല്ലാതെ ഒന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ വോയിസ് യങ്ങാവുമെന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. കാരണം ചെറുപ്പത്തിലെ നമ്മുടെ വോയിസിന് അത്ര ഒരു മുഴക്കമുണ്ടല്ലോ. പ്രായമായി വരുംതോറുമാണിത് കുറച്ചും കൂടെ ഒരു ബേസ് വരിക എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴോ ദാസേട്ടനൊരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു സിനിമയിൽ പാട്ട് പാടുമ്പോൾ ഒട്ടും ബേസ് ഇല്ലാതെ അത് രാത്രി വളരെ രഹസ്യമായിട്ട് കാമുകനും കാമുകിയും കൂടെ ഒരുമിക്കുമ്പോൾ അവർ പാടുന്നൊരു പാട്ടായിട്ടാണ് സിനിമയിൽ. അപ്പോൾ വളരെ പതിയാണ് പാട്ട് പാടേണ്ടതൊക്കെ. അപ്പോൾ ഒട്ടും ബേസ് ഇല്ലാതെ പാടാൻ വേണ്ടി മൈക്ക് ഇങ്ങനെ ഉയർത്തി കെട്ടിയിട്ട് ഇങ്ങനെ എത്തിച്ച് പിടിച്ചിട്ടാണ് പാടിയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബെന്നിയുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഈ മൈക്ക് കുറച്ച് പൊക്കി വെക്കാൻ, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ബേസ് കുറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൈക്ക് പൊക്കി വെച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ട്. അത് പല ടേക്ക് എടുക്കുമ്പോഴും ഈ ബെന്നി അവിടെ നിന്നിട്ട് ബേസ് വരുന്നുണ്ട് എന്ന് പറയും. അപ്പം അങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് ആശാനെ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ കഴുത്ത് അങ്ങനെ പിടിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ
എന്താണെന്നറിയില്ല, ഇന്നും ഭയങ്കര വിശപ്പ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയും. ബേസ് കട്ട് ചെയ്ത് തന്നെ സംസാരിച്ചു. അത് ബെന്നിയുടെ ഒരു സജഷനായിരുന്നു. പക്ഷെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും ഒക്കെ സാറിന്റെ സജഷനായിരുന്നു. അല്ല, അവർ കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതുപോലെ സെലക്ട് ചെയ്തു എന്നല്ല, ഈ വിഗ് ഞാൻ പോയിട്ട് ഇങ്ങനെ കണ്ടെത്തി അതുപോലെ കട്ട് ചെയ്ത് ആ കളറൊക്കെ ചെയ്തിട്ട് വന്നപ്പോൾ അൻവർ ഓക്കെ പറഞ്ഞു. ഡ്രസ്സ് നേരത്തെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനറുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ഷർട്ടും അത് ഹാഫ് കൈ മതി. അപ്പം ഞാൻ കൂടുതൽ ഫുൾ സ്ലീവ്സാണ് പല പടങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാഫ് സ്ലീവ്സും കുറച്ചൊരു ഷോർട്ടായിട്ടുള്ള ഷർട്ടുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണം എന്നൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ചന്ദ്രപ്പൻ മുള്ളൻ ചന്ദ്രപ്പൻ ആയതല്ലേ? ഹെയർ സ്റ്റൈൽ വന്നതിന് ശേഷമാണ് മുള്ളൻ ചന്ദ്രപ്പൻ പിന്നീടായതാ. ക്യാരക്ടറിന്റെ പേര് ചന്ദ്രപ്പൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു ഹെയർ സ്റ്റൈൽ കാരണം അത്രയും നല്ലൊരു ക്യാരക്ടർ നമുക്ക് വന്നു. സാർ ഷോട്ടാ മുമ്പേ വീണ്ടും വരിക, റീറിലീസ് ചെയ്യാണ്. സാർ കാണൂലേ ഫസ്റ്റ് തന്നെ തിയേറ്ററിൽ? പിന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. സാറ് ഇതുപോലെ തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരു പോലീസ് ഓഫീസറിന്റെ ഫുഡ് സ്റ്റെപ്പും ഇല്ലെങ്കിൽ ഒരു കള്ളൻ നടന്നു വരുന്നത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സാറിൻ്റെ ഇത്രയും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇതിലെല്ലാം പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സാർ ഒബ്സർവ് ചെയ്ത് ചെയ്യാറുള്ളത്? ഇതൊക്കെ തന്നെ, നമ്മളിപ്പോൾ നടക്കും, ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ ചെയ്യണം. അല്ലാതെ ഞാൻ പോലീസ് ഓഫീസറാണ്, എൻ്റെ പോലീസ് ഓഫീസറുടെ ഫുഡ് സ്റ്റെപ്സ് ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് മനഃപൂർവ്വമൊക്കെ ചെയ്താൽ ചിലപ്പോൾ അതൊക്കെ മുഴച്ച് നിൽക്കും. നമുക്ക് ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കയറി വരുന്ന പോലെ അല്ലല്ലോ വേറൊരു സ്ഥലത്ത് നമ്മൾ പകച്ച് ഒരു ഇൻ്റർവ്യൂവിന് ഒരു ഉദ്യോഗാർത്ഥി കയറി വരുന്നത്. ഇതൊക്കെ നമ്മൾ സമൂഹത്തിലും ജീവിതത്തിലും എല്ലാവരും ചെയ്യുന്നതാണ് ഇതൊക്കെ. പക്ഷേ ഇത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്ത് തരാനൊക്കെ ആളുകളുണ്ട്. ഇപ്പോൾ സംവിധായകനൊക്കെ തന്നെ പറയും, അത്ര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് വരണ്ട, കുറച്ചൊന്നും ഒരു പതറി അങ്ങനെ വന്നാൽ മതി എന്ന് പറഞ്ഞു തരും. പക്ഷേ ഇതൊക്കെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ തന്നെ മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വാക്കുകൾക്ക് വേണ്ടിയിട്ട് തപ്പിപ്പോകുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ നമ്മൾ പറയുന്നത് കള്ളമാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി പറയുന്ന, അതല്ലെങ്കിൽ അയാളുടെ മുമ്പിൽ നമ്മൾ പതറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശബ്ദം ഇടറും, അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ വിക്കിപ്പോവും, അങ്ങനെയൊക്കെ ചെയ്യും. ആ സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും. ഇപ്പം ഒരു ചോദ്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രതി സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളത് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിനകത്ത് ഹീറോ ഉണ്ട്, അതിനകത്ത് ഹീറോയിനും ഉണ്ട്. പക്ഷേ ഹീറോ വേറൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്, ഹീറോയിൻ വേറൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇവർ തമ്മിൽ അങ്ങനെ റൊമാൻസ് ഒന്നുമില്ല ഈ സിനിമയിൽ. ഹീറോയിനാണെന്ന് മാത്രമേ ഉള്ളൂ, ഒട്ടും റൊമാൻസ് ഒന്നുമില്ല. അവരുടെ ജോലി ചെയ്യുന്ന അവർക്ക് ചിലപ്പോൾ വേറെ ഹസ്ബൻഡോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും, അത് പറയുന്നില്ല സിനിമയിൽ. അപ്പോൾ ഈ ഹീറോയുടെ അടുത്ത് സംസാരിക്കുന്ന പല സമയത്തും സംവിധായകൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, റൊമാൻസ് ഇല്ല കേട്ടോ, വളരെ കാഷ്വലായിട്ട് സംസാരിച്ചാൽ മതി, അങ്ങനെ നോക്കണ്ട, ഒട്ടും റൊമാൻറ്റിക് അല്ല. അപ്പോൾ ഈ ഹീറോയിൻ പെട്ടെന്ന് സോറി എന്ന് പറയും. അതാ മറ്റേ കഥാപാത്രം കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ചെല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചില കറക്ഷൻസ് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ ഫുഡ് സ്റ്റെപ്സിൻ്റെ ഒക്കെ കാര്യം പറയുന്നത്. ഇതൊക്കെ നമ്മൾ അറിയാതെ വരണം, നമ്മളാ നടന്നു വരുന്നതും വന്നിരിക്കുന്ന രീതിയും. ഇപ്പോൾ ധ്യാൻ ചേട്ടൻ ഉണ്ടല്ലോ സിനിമയിൽ, പ്രിൻസിലും ഉണ്ടായിരുന്നു, ഇതിലും ഉണ്ട്. എന്താ ധ്യാൻ ചേട്ടനെ പറ്റി പറയാനുള്ളത്? എന്താ പറയുക, ഒരു കുസൃതി കുട്ടൻ എന്ന് പറയാം. നമ്മുടെ മുമ്പിൽ വളർന്നു വന്ന ഒരു പയ്യൻ കാണിക്കുന്ന കുസൃതികളൊക്കെ നമ്മൾ ആസ്വദിക്കില്ലേ, അതുപോലെയാണ് അവൻ്റെ പെരുമാറ്റവും അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ രസകരമായിട്ട് ജീവിതം കാണുകയും രസകരമായിട്ട് തന്നെ ജീവിതം കൊണ്ടുപോവുകയും ചെയ്യുന്ന നല്ല മിടുക്കനായ ഒരു പയ്യനാണ്. പിന്നെ ശ്രീനേട്ടൻ്റെ മോനല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ എല്ലാ കൗതുകവും പ്രത്യേകതയും സന്തോഷവും സുഖമൊക്കെ ഉണ്ട് അവനെ കാണുമ്പോൾ. മമ്മൂക്കയാണ് ആദ്യമായിട്ട് സാറിനെ ശ്രീനി ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീനി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇവനെ അങ്ങ് തട്ടിയേക്കുന്നുണ്ടോ പറഞ്ഞത് ഓർമ്മയുണ്ട്. അതെന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് മീറ്റ് ചെയ്ത്? അത് ശ്രീനേട്ടൻ്റെ ഒരു സാധാരണ രീതിയിലുള്ളൊരു സംസാരം പോലെ പറഞ്ഞതാണ്. ഞങ്ങൾ മഹാറാണി ഹോട്ടലിൽ അന്ന് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടത്തി. ഞാൻ സിനിമയിൽ വന്നിട്ടുള്ളൂ, എന്നെ അങ്ങനെ അറിയപ്പെട്ടൊന്നും തുടങ്ങിയിട്ടില്ല. ഞാനൊരു ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചു, ന്യൂഡൽഹി അഭിനയിച്ച് കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ ആ സിനിമയുടെ പേര് പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, ജോഷി സാർ സംവിധാനം ചെയ്തൊരു സിനിമയാണ്. കോഴിക്കോട് സിനിമ നടക്കുന്നു. അപ്പോൾ അതിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് തൊട്ടപ്പുറത്ത് റൂമിൽ ശ്രീനേട്ടനുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ശ്രീനേട്ടനൊന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മുറിയിലേക്കൊക്കെ അങ്ങനെ കയറി ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഹാറാണി ഹോട്ടലിലൊരു പ്രത്യേകത ഉണ്ട്, ഇങ്ങനെ ഒരു സി ഷേപ്പിലാണ്. അപ്പോൾ എല്ലാ റൂമുകൾക്കും ഒരു ഓപ്പൺ വരാന്തയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വരാന്തയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ തമ്മിൽ കാണാം, അവിടെ നിൽക്കുന്ന ആളുകളെയും മുകളിൽ നിൽക്കുന്ന ആളുകളൊക്കെ കാണാം. അപ്പോൾ ശ്രീനേട്ടൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വരാന്തയിൽ ഒരു സന്ധ്യാസമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ശ്രീനേട്ടൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞാനും ഇങ്ങനെ അടുത്തേക്ക് നിന്നു.
ചെന്ന് അപ്പോൾ ഞാൻ മമ്മൂക്ക അടുത്ത് പറഞ്ഞു എന്നെ ഒന്ന് പരിചയപ്പെടുത്തും മമ്മൂക്ക എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം പുതിയ നടനാണ് സിദ്ദീഖ്. ശ്രീനേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു തട്ടിക്കളഞ്ഞേക്ക്. അപ്പോൾ നമുക്ക് ചോദിച്ചു എന്താ, അല്ല മലയാള സിനിമയ്ക്ക് ഇനി പുതിയ നടന്മാരുടെ ആവശ്യമില്ല, ഇവിടെ ഇപ്പം തന്നെ ആവശ്യത്തിന് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞു പുതിയതെന്ന് പറഞ്ഞാൽ അവനിപ്പോൾ 2-3 സിനിമയായി, ഇനിയിപ്പോൾ തട്ടിക്കളയാൻ പറ്റില്ല. ആണോ, അപ്പോൾ പേടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ നമസ്കാരം പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് തൊട്ട് പിന്നെ എന്താ പറയുക, പുള്ളി എന്നെ അങ്ങ് സ്വീകരിച്ചു. പിന്നെ ഞങ്ങളൊന്നിച്ച് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പാവം രാജകുമാരനിലാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല അടുപ്പമായി. ശ്രീനേട്ടൻ വലിയ സ്വാതന്ത്ര്യം തന്നിരുന്ന ഒരാളാണ്. ഞാനൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എന്നെ ഒരിക്കലും അദ്ദേഹം അകറ്റി നിർത്തിയിട്ടില്ല. ഇത് ഞാൻ പല ആർട്ടിസ്റ്റുകളെയും പറ്റി സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയിട്ടില്ല. ഇപ്പം ജയറാമേട്ടൻ്റെ കാര്യത്തിൽ ഞാനിത് കേട്ടിട്ടുണ്ട്, മുകേഷേട്ടൻ്റെ കാര്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരുമായിട്ടും എപ്പോഴും നല്ലൊരു സൗഹൃദ ബന്ധം സാറിന് കീപ്പ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടല്ലേ? എനിക്കങ്ങനെ അവർ തന്നിട്ടുണ്ട്. ഞാൻ നായർ സാഹിബിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് മണിമുള്ള രാജുവിനെയും മുകേഷിനെയും പോലുള്ള സീനിയറായിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിനെ പരിചയപ്പെടുന്നത്. അത് ഈ മണിമുള്ള രാജുവിൻ്റെയും മുകേഷിൻ്റെയും പേരെടുത്ത് പറയാൻ കാര്യം, ഇവരാണെങ്കിൽ എല്ലാവരും റാഗ് ചെയ്യുകയും കളിയാക്കുകയും ഒക്കെ ചെന്ന്, റാഗിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭീകര റാഗിങ്ങാണ്. അങ്ങനത്തെ ആളുകളാണ് ഇവർ. പ്രത്യേകിച്ച് ഭയങ്കര തമാശ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ. പക്ഷേ അന്ന് എന്നെ അവരുടെ കൂട്ടത്തിലേക്ക് കൂട്ടിയിട്ടാണ് ഈ തമാശകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ചിലപ്പോൾ സിനിമ വിട്ടിട്ട് ഞാൻ തിരിച്ച് ഓടിപ്പോയി കളയും. കാരണം ഇവരൊക്കെ ഇങ്ങനെ വല്ലാതെ ഇവർ മറ്റു പലരെയും റാഗിയാണ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്, പേടി തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നെ എൻ്റെ അടുത്ത് മുകേഷ് ആദ്യം ചെയ്തൊരു റാഗിങ്, ഞങ്ങൾ നായർ സാഹിബിൻ്റെ ഷൂട്ടിങ്ങിന് ചെന്നു. അപ്പോൾ മമ്മൂക്കൊന്നും വന്നിട്ടില്ല. ഞങ്ങളൊരു പാട്ട് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ഗ്രൗണ്ടിൽ ഇങ്ങനെ, കാശ്മീരിലെ ഭൂപ്രകൃതി അറിയാമല്ലോ, ഇങ്ങനെ മൈതാനം പോലെ കിടക്കുകയല്ലേ. അപ്പോൾ കുതിരകളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു പുൽമേട്ടിൽ ഞങ്ങളിങ്ങനെ സോങ്ങൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ച കഴിയുമ്പോഴാണ് മമ്മൂക്ക വരുന്നത്. നമുക്ക് ആദ്യമായിട്ട് ലൊക്കേഷനിൽ വന്നിറങ്ങി മമ്മൂക്ക വരുന്നു, ഇങ്ങനെ നടന്നു. അപ്പം ദൂരെ നിന്ന് കാണാം മമ്മൂക്ക വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റൊക്കെ നിന്ന് എല്ലാവരും വന്ന് നമുക്ക് എല്ലാവരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ എന്നെ പരിചയമുണ്ട് മമ്മൂക്ക, അതിന് മുമ്പ് ന്യൂഡൽഹിയിലൊക്കെ അഭിനയിച്ചത്. അങ്ങനെ വന്ന് എല്ലാവരോടൊക്കെ ചിരിച്ച് സംസാരിച്ച് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളൊക്കെ നിലത്തൊക്കെയാണ് ഇരിക്കുന്നത്, ഈ പുല്ലിൽ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇരിക്കാൻ ഒരു കസേര കൊണ്ടുവന്നിട്ടു. ആ കസേര കൊണ്ടുവന്നിട്ടത് ഞാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ്. അപ്പം മമ്മൂക്ക വർത്താനം പറഞ്ഞിട്ടിങ്ങനെ, അപ്പോൾ എൻ്റെ അടുത്ത് മുകേഷ് ഇരിപ്പുണ്ട്. മമ്മൂക്ക വർത്താനം പറഞ്ഞ് കസേരയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വരുന്ന സമയത്ത് മുകേഷിൻ്റെ അടുത്ത് പറഞ്ഞു ആ കസേര പിടിച്ച് വലിക്കേ, ആ കസേര പിടിച്ച് വലിക്കേ. അപ്പോൾ സാധാരണ ഒരാളാണെങ്കിൽ പെട്ടെന്ന് വേറൊരാൾ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് അനുസരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വലിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെന്തെന്നു ഒരു കിട്ടിയൊരു അവസരം കളഞ്ഞില്ല, അങ്ങനെയൊക്കെയല്ലേ കയറി വരണത്, ഓരോരുത്തരെ വലിച്ച് താഴെയിടണം. ഇതൊക്കെയാണ് മുകേഷൊക്കെ ആളുകളെന്ന്. പക്ഷെ എനിക്കത് അതിൻ്റെ ഒരു തമാശ പിടികിട്ടിയതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ അങ്ങ് കൂടി ചിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് മുകേഷ് എപ്പോഴും പറഞ്ഞ് അത് കളിയാക്കുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ അതാണ്, അവരൊക്കെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടുകയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുകയും ഒട്ടും മാറ്റി നിർത്താതിരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. സാറ് സിനിമ എന്താണെന്ന് ചോദിച്ചപ്പോൾ മൈ ലൈഫ് എന്നും സിനിമയിലെ സൗഹൃദങ്ങൾ എന്താണെന്ന് വെച്ചപ്പോൾ മൈ ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സഹപ്രവർത്തകരായിട്ട് പങ്കുവെക്കാറുള്ളത് വിഷമങ്ങളാണ്, ദുഃഖങ്ങളാണ് എപ്പോഴും വിളിച്ച് സംസാരിക്കാറുള്ളതും പങ്കുവെക്കാറുള്ളതെന്ന്. സാറ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ കോൺടാക്ട് ചെയ്യുന്നത് ഇവരെയൊക്കെയാണോ? മോഹൻലാലല്ലേ, ലാലേട്ടനെയാണ്. നമുക്ക് നമ്മുടെ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കാനുള്ള നമ്മുടെ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ വരുമ്പോൾ ഏറ്റവും വിഷമങ്ങൾ വിളിക്കാം എൻ്റെ ഒരു പ്രയാസം ഇന്നതാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാൻ ഏറ്റവും നല്ലത് മോഹൻലാലാണ്. പൊതുവേ മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണ് എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാൻ ഇങ്ങനൊരു സംഗതി ചെയ്തത് പാളിപ്പോയി എന്ന് പറഞ്ഞാൽ ഉടനെ അയാൾ പറയും അത് ശ്രദ്ധിക്കണ്ടേ എപ്പോഴും. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. നിങ്ങളത് എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. നമ്മൾ വളരെ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മൾ നടന്നു വരുമ്പോൾ കാല് തട്ടി വീണാൽ സൂക്ഷിച്ച് നടക്കണ്ടേന്ന് ചോദിച്ചിട്ട് നമ്മൾ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം പക്ഷേ കുട്ടികളെ കുറേ കൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. എൻ്റെ ഒരു അബദ്ധം പറ്റി എൻ്റെ കൈ മുറിഞ്ഞാൽ എനിക്ക് ഉടനെ കിട്ടുന്നത് അടുത്തത് എൻ്റെ ഉമ്മയുടെയും ഉപ്പാടേന്നും അടിയാണ്. എന്തിനാ കത്തി എടുത്ത് കളിച്ചത്, എന്തിനാ ബ്ലേഡ് എടുത്ത് കളിച്ചതെന്ന് ചോദിച്ചിട്ടുള്ള അടിയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ സങ്കടം കൂടുകയാണ് ചെയ്യുക. മോഹൻലാലിനോട് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് പറ്റിയെന്ന് മോഹൻലാൽ ആദ്യം ചോദിക്കുക, ഇത് ലോകത്തിൽ ആദ്യമായിട്ടൊരാൾക്ക് പറ്റുന്നതൊന്നുമല്ലല്ലോ, ഇതൊക്കെ സാധാരണ മനുഷ്യന് പറ്റുന്നൊരു കാര്യങ്ങളല്ലേ. അതിപ്പോഴാണ് നമുക്കത് വിഷമമായിട്ട് തോന്നുക. പിന്നീട് ചിലപ്പോൾ അന്ന് ഇത് ഇങ്ങനെ പറ്റിയത് ചിലപ്പോൾ നല്ലതായി നമുക്ക് പിന്നീട് തോന്നാം. അങ്ങനെയൊക്കെ വരാം. അതിലൊന്നും അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി,
എന്ന് പറയും. അതല്ല നമ്മൾ ഒരു ആവശ്യം പറയണം, ഒരു കുഴപ്പമില്ല, ഞാൻ അയാളെ വിളിച്ച് പറയാം, നമുക്കത് ചെയ്യാം. അത് ഈവൻ ഒരു സിനിമയിൽ നാളെ 12-ാം തീയതി അവിടെ എത്തണമെന്ന് പറയുന്നത് എനിക്ക് 12-ാം തീയതി എത്താൻ സാധിക്കില്ലെങ്കിൽ പോലും മോഹൻലാൽ പറയും കുഴപ്പമില്ല, ഞാനത് പറഞ്ഞിട്ട് മാനേജ് ചെയ്തോളാം എന്ന് പറയുക പോലും ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്കൊരു താങ്ങാണ്, വിഷമം പറയാൻ പറ്റിയ ഒരാൾ. മമ്മൂക്കാടുത്ത് നേരെ തിരിച്ചാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, അതിങ്ങനെ വേണോ അതങ്ങനെ വേണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ആൻസർ പറഞ്ഞു തരുന്ന ഒരാളാണ്. ഒരു കറക്റ്റ് റീഡിങ്, ഇപ്പം ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങനെയാണ്, എന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ കാണുന്നതെന്നൊന്നും കൃത്യമായൊരു അറിവ് നമുക്കുണ്ടാവില്ല. നമ്മൾ ധരിക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊരു വലിയ ആളാണ്, എന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരാളാണ് കിങ്ങിണി എന്നൊക്കെ ധരിച്ചിട്ട് ഞാൻ കയറി വരുമ്പോൾ കിങ്ങിണി ചിലപ്പോൾ ഇരുന്നിടത്ത് എഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എന്താ എന്നെ അങ്ങനെ ബഹുമാനിക്കാത്ത, ഞാനൊരു സാധാരണക്കാരനാണ്, കിങ്ങിണിയെ പോലെ തന്നെ ഒരാളാണെന്ന് ധരിച്ചിട്ടാണ് ഞാൻ വരുന്നതെങ്കിൽ കിങ്ങിണി എഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഞാനിപ്പോൾ ഒരു മഹാനായ നടനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിചാരിക്കുക. കിങ്ങിണി എൻ്റെ അടുത്ത് പറയാണ്, സിദ്ദിഖേട്ടൻ ആ പടത്തിൽ നന്നായിരുന്നു കേട്ടോ. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, ഞാൻ അതിഗംഭീരമായ നടനല്ലേ എന്ന് തോന്നും. പക്ഷെ കിട്ടിയത് അഭിനന്ദനമാണ്. അപ്പം നമ്മളൊരു നോർമൽ രീതിയിൽ നമ്മളെപ്പറ്റി ധരിക്കാവൂ. നമ്മളെപ്പോഴും നമ്മളെ കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ വലിയൊരാളാണെന്നല്ല നമ്മൾ ധരിക്കേണ്ടത്, നമ്മൾ ഒരു സാധാരണ ആളാണെന്നുള്ളൊരു ധാരണ വേണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ വളരെ വലുതായിട്ട് തോന്നും എന്ന് പറഞ്ഞു തന്നത് ഇന്നസെൻ്റ് ഏട്ടനാണ്. ഇന്നസെൻ്റ് ഏട്ടനാണ് ഞാൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് എൻ്റെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാൻ വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് വിളിക്കുന്നത് സത്യനന്ദിക്കാടിനെയാണ്. അപ്പം ഞാൻ ഇങ്ങനൊരു സമയത്ത് ഞാൻ എന്ത് തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് അതിനൊരു കൃത്യമായ മറുപടി പറഞ്ഞു തരുന്ന ഒരാൾ സത്യനന്ദിക്കാണ്. സത്യേട്ടനുമായിട്ടാണ് അങ്ങനെ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നത്. ഇപ്പം മലയാളം സിനിമയെന്ന് പറയുമ്പം അഫ്കോഴ്സ് മമ്മൂക്കയും ലാലേട്ടനും നമ്മൾ ആദ്യം തന്നെ പറയുന്ന ആൾക്കാരാണ്. ഇവർ രണ്ടുപേരുമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് ഒരേപോലെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് സാറായിരിക്കും. അപ്പോൾ അതെങ്ങനെ രണ്ടുപേരുമായിട്ട് ഇത്രയും നല്ലൊരു ബന്ധം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നത്? അവർ തമ്മിലും ഭയങ്കര ബോണ്ടുള്ള ആളുകളാണ്. ഇത് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നും അല്ല. പക്ഷെ രണ്ടുപേർക്കും സെപ്പറേറ്റ് ഫാൻ ബേസും ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫാക്ടർ എപ്പോഴും സിദ്ദിഖിക്കുകയാണ്. അത് രണ്ടുപേരും കൂടെ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ സ്നേഹബന്ധം ഉണ്ടാവാൻ കൂടുതൽ. കാരണം അവരുടെ കൂടെ നമ്മൾ കുറേ സമയം ഉണ്ടല്ലോ, രണ്ടുപേരും കൂടെ കൂടുതൽ സമയം പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ആളുകൾ ഇപ്പം നമ്മുടെ അസോസിയേഷനിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ മമ്മൂക്കാടുത്തൊരു കാര്യം പറയണം അല്ലെങ്കിൽ ലാലേട്ടനോട് ഒരു കാര്യം പറയണം, നമുക്ക് ആദ്യം സിദ്ദിഖിൻ്റെ അടുത്ത് പറയാമെന്നത്. കാരണം ഞാനാണ് കുറച്ചും കൂടെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അവരുമായിട്ടത് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് രണ്ടുപേരുമായിട്ട് അങ്ങനെ ബന്ധം പലരും ചോദിക്കാറുണ്ട്, ഇവർ രണ്ടുപേരുമായിട്ട് ഒരേപോലെ അത് എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് ചിലപ്പോൾ. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. രണ്ടുപേരുമായിട്ട് വളരെ അടുപ്പമുള്ള വേറെ ഒരുപാട് പേരുണ്ട്. ലാലേട്ടൻ വെറൈറ്റി ടിപ്സ് ഒക്കെ സാറിന് പറഞ്ഞു, തലവേദന ആസ്വദിക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? അത് ലാലുവായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് എന്താ പറയുക, ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പെട്ടെന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ എപ്പോഴും കിട്ടും. നല്ല രസകരമാണ് ലാലിൻ്റെ അത്തരം മറുപടികളും സംസാരങ്ങളൊക്കെ. സാറിനെ ഒരു റോളിന് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു കേട്ടതാണ്, ഞാൻ സിദ്ദിഖ് ചെയ്താലേ അത് ശരിയാവൂ എന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ സന്തോഷം തോന്നാറ്. സിദ്ദിഖിക്ക് നല്ല റോളാണ് ചെയ്യണം എന്ന് പറയുന്നതിലുപരി ഇത് സിദ്ദിഖ് ചെയ്താലേ ശരിയാവൂ എന്ന് പറയുമ്പോഴാണ് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. സാറിന് തന്നെ സാർ അഭിനയിച്ച് ഏതെങ്കിലും ക്യാരക്ടർ കണ്ടിട്ട് ഇത് ഞാനല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇല്ല? അത് മറ്റൊരാൾക്കത് തോന്നണം. ഇപ്പം ഞാനെപ്പോഴും ഭയക്കുന്നൊരു കാര്യം അതാണ്. നമ്മളൊരു സിനിമയിൽ ഒരു ക്യാരക്ടർ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ മനസ്സിൽ ചിന്തിച്ചാൽ പോലും ഇത് ഇയാളല്ല ചെയ്യേണ്ടത്, വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായനെ എന്ന് മറ്റൊരാൾ ചിന്തിക്കുമോ എന്ന് പോലും ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് എപ്പോഴും ഞാൻ അഭിനയിക്കുക. ഞാൻ അതല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തൊരു റോൾ കണ്ടിട്ട് ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നേനെ എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ അഭിനയിച്ചൊരു റോള് വേറെ ആരഭിനയിച്ചാലും ശരിയാവില്ല, ഇത് ഞാൻ തന്നെ അഭിനയിക്കണമായിരുന്നല്ലോ എന്നും ഇതേവരെ തോന്നിയിട്ടില്ല. അത് അങ്ങനെ പറയാൻ കാര്യം, ഈ ഒരു സംവിധാനം വിളിച്ചിട്ട് ഇത് സിദ്ദിഖ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അതൊരു വലിയ റോളിൽ പോലും അല്ല. ഒരു ശബ്ദം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഡയറക്ടർ വിളിച്ചാൽ പോലും എനിക്കതൊരു വലിയ അഭിമാനം. ഇത് ഇക്കടെ ശബ്ദം വന്നാൽ നന്നായിരിക്കും ഇതിന്, അത് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രത്യേകത ഉണ്ടാകും. അതുകൊണ്ടാണ്, അല്ലാതെ ഈ റോളിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് പോലും ഒരു അംഗീകാരമായിട്ട്
കണക്കാക്കുന്ന ഒരാളാണ്. അതൊക്കെ മറ്റുള്ളവരുടെ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങളാണ്, അല്ലാതെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ജഗദീഷ് ചേട്ടൻ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് അപ്പുക്കുട്ടൻ്റെ പോലത്തെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഇനി ഇറങ്ങിയാൽ വർക്കൗട്ട് ആവാൻ സാധ്യതയില്ല. അന്നത്തെ തമാശകളും ഇന്നത്തെ തമാശകളും ഒരുപാട് മാറിയിട്ടുണ്ട് കാലഘട്ടം മാറുന്നതനുസരിച്ച്. അപ്പം കോമഡിയും ഇങ്ങനത്തുള്ള സിനിമകളൊക്കെ ചെയ്തു വന്നൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഈ തമാശകളിൽ വന്നൊരു മാറ്റത്തെപ്പറ്റി എന്താ പറയാനുള്ളത്? ആളുകൾ അവരുടെ ചിന്തകളിലും അല്ലെങ്കിൽ ഉണ്ടാകുന്ന സബ്ജക്റ്റുകളിലും മാറ്റം വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അന്നത്തെ തമാശകൾ ഇന്ന് ചിരിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹരിഹർ നഗർ ഇന്ന് കണ്ടാൽ ചിരിക്കാതാവണ്ടേ? ഹരിഹർ നഗർ ഇന്ന് കണ്ടിട്ടും ആളുകളത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ആ സിറ്റുവേഷനിൽ എങ്ങനെയാണോ ആ കഥാപാത്രങ്ങളെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ആ രീതിയിലുള്ള തമാശകൾ എന്ന് പറഞ്ഞാലും ചിരി ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറന്ന് അവർ വാക്കത്തിയെടുത്ത് വെട്ടാൻ വന്നാൽ ഇത് പണ്ട് ഹരിഹർ നഗറിൽ കണ്ടതാണല്ലോ എന്ന് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും. പക്ഷേ ആ സിനിമയിൽ ആ സിറ്റുവേഷൻ ആപ്റ്റാണെങ്കിൽ ഇപ്പോഴും അതിന് ചിരി ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചില തമാശകൾ പ്രസൻറ്റ് ചെയ്യുന്നതിനൊക്കെ ചില റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയുന്നത് കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ സിനിമയ്ക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തമാശകളൊക്കെ എന്നും തമാശയാണ്. അല്ല ചിലപ്പോൾ ആ തമാശ ഇന്ന് കാണിച്ചാൽ ചിരിക്കില്ല എന്നെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ കാണിക്കുന്നതും ആ സിറ്റുവേഷൻ അനുസരിച്ച തമാശയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ചിരിക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റിയൊക്കെ ആളുകൾ പറയില്ലേ, ഇപ്പം ശരിക്കും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടാവേണ്ടത് നമുക്കാണ്. ഈ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുന്ന ആളുകൾക്കാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടാകുന്നത്. ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോടുകൂടി ആളുകൾ പെരുമാറുകയാണ് വേണ്ടത്. സിനിമയിലെ കഥാപാത്രത്തിന് അത് വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. കാരണം സിനിമയിലെ കഥാപാത്രം ചിലപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത കഥാപാത്രമായിരിക്കും. ഈ ബോഡി ഷേമിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നൊരു കഥാപാത്രമാണെങ്കിൽ ചിലപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞെന്നിരിക്കും. അപ്പോൾ അല്ലാതെ അത് സിനിമയിൽ പറയാൻ പാടില്ല. സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനോടാണ് എനിക്കൊരു എതിർപ്പുള്ളത്. അങ്ങനെ അല്ലാത്ത ആളുകളും സമൂഹത്തിലും ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെ ആണ് കഥാപാത്രങ്ങളാക്കിയിട്ട് സിനിമയിൽ കൊണ്ടുവരുന്നതെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്ന തമാശകൾക്ക് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ആരാണ് തീരുമാനിക്കുന്നത്? കാണുന്ന പ്രേക്ഷകർ. അപ്പോൾ അവർക്കത് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ കഥാപാത്രം അങ്ങനത്തെ ഒരാളാണ്. ഇപ്പോൾ മുമ്പ് സിനിമകളിൽ ആളുകൾ തെറി പറയില്ലായിരുന്നു. ഇപ്പോഴത്തെ സിനിമകളിൽ തെറി കോമൺ ആയി. അത് സമൂഹത്തിൽ തെറി കോമൺ ആയതുകൊണ്ടല്ല, ആളുകൾ അത് പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ്. അത് പണ്ട് ഒരു ലിപ് ലോക്കിംഗ് സീനൊന്നും സിനിമയിലുണ്ടായില്ല. ഇപ്പോഴാണ് അതൊക്കെ വരുന്നത്. ഇപ്പോൾ അത് ചെയ്യുന്ന കുട്ടികൾക്ക് മടിയില്ല. അത് പിക്ചറൈസ് ചെയ്യുന്ന ഡയറക്ടർക്കോ അതല്ലെങ്കിൽ അത് എഴുതുന്ന തിരക്കഥാകൃത്തിനോ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാനും മടിയില്ല. അത് കാണുന്ന പ്രേക്ഷകർക്കും അത്ര അത് ബുദ്ധിമുട്ട് തോന്നാറില്ല. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. സിനിമയിലെ സിറ്റുവേഷൻ കറക്റ്റ് ആണെങ്കിൽ പഴയ കോമഡി പുതിയ കോമഡി എന്നൊന്നുമില്ല, എല്ലാം ഒരേപോലെ തന്നെയാണ്. സിനിമയുടെ ടൈറ്റിൽ, അതായത് സിനിമയുടെ പേരിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഒരു സിനിമ കാണാൻ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ വരുന്ന സിനിമകളുടെ പേരൊക്കെ വളരെ ഡിഫറൻസ് ആണ്. പക്ഷെ എന്നിട്ടും സിനിമ കാണുന്നതിന് ശേഷം അത് സക്സസ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ ഈ പേര് സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് സാറിന് തോന്നുന്നുണ്ട്? ഒരുപാടുണ്ട്. പേരൊക്കെ നമ്മൾ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. നമ്മൾ ഉണ്ട്, ഒരു പേര് തന്നെയാണ് സിനിമയെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ റിപ്പൾസീവ് ആക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്നാ താൻ കേസ് കൊടു എന്നൊരു പടത്തിന് ടൈറ്റിൽ വന്നപ്പോൾ നല്ല രസമുണ്ടല്ലോ അത് കേൾക്കാമെന്ന് തോന്നി. നമ്മൾ സാധാരണ പറയാറുള്ളതല്ലേ എന്നാ താൻ കേസ് കൊടു എന്ന് പറയുന്ന അത് ആ പേര് തന്നെയായിരുന്നു ആ പടത്തിൻ്റെ ഒരു അട്രാക്ഷൻ. ആ പേരിനുണ്ട് ഒരു ഭയങ്കര അട്രാക്റ്റീവാണ്. ഇപ്പോൾ തുടരും എന്ന് പറയുന്നതിന് നമുക്ക് അതെന്തോ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ എനിക്കങ്ങനെയാണ് ഒരു പേര്. അതുപോലെ തന്നെ ചില പേരുകൾ റിപ്പൾസീവായിട്ട് തോന്നും. ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല സിനിമയായിരുന്നു, പക്ഷെ ആ പേര് കാരണം എനിക്ക് കുറേ കാലമായിട്ടത് കാണാൻ തോന്നിയില്ല. പിന്നെ വന്ന് എപ്പോഴോ ഞാൻ OTTയിൽ വന്നപ്പോഴാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്നൊരു സിനിമയാണ്. എന്തായിരിക്കോ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി, പക്ഷേ ആ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് അല്ല ആ സിനിമയ്ക്ക്. വെൽ മെയ്ഡ്, വെൽ എഡിറ്റഡ്, വെൽ റിട്ടൺ, വെൽ പെർഫോംഡ്, നല്ല സിനിമയാണത്. ഞാനങ്ങനെ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ മുകളിലുള്ള സിനിമയായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ സംവിധായകനോടും മറ്റ് ചെമ്പൻ വിനോദിനോടും ഒക്കെ പറഞ്ഞു ഈ അഞ്ചക്കള്ള കോക്കാൻ. അപ്പോൾ എന്താണെന്ന് ആൾക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഫോണ്ടും ഒക്കെ വല്ലാത്തൊരു ഫോണ്ടായിരുന്നു, അത് വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്താണ് ഈ അഞ്ചക്കള്ള കോക്കാൻ? ഇത്ര ഒരു ഡിഫറൻറ്റ് സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ല. ചെമ്പൻ വിനോദിൻ്റെ ബ്രദറാണ് അതിൻ്റെ ഡയറക്ടർ. അവൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അവൻ ഓസ്ട്രേലിയയിലാണ്. ഞാൻ എന്നിട്ട് ഓസ്ട്രേലിയയിൽ അയാളെ വിളിച്ച് സംസാരിച്ചു, സിനിമയുടെ സബ്ജക്റ്റിനെ പറ്റിയും അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴും അവരൊക്കെ സമ്മതിച്ചു, ശരിയാണ് ആ പേര് കുറച്ചൊന്ന് റിപ്പൾസീവായിരുന്നു, ആളുകളെ
തിയേറ്ററിലേക്ക് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. കൊണ്ടുവന്നില്ല. ഈ മൂവി പ്രൊമോഷൻസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ലേ ഒരു സിനിമ കാണാൻ ആൾക്കാർ എത്തുന്നതിൽ? ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജീസ് പുതിയ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് കൊണ്ടുവരാറുണ്ട്. ഇപ്പം റീൽ ചാലഞ്ച് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ പ്രൊമോട്ട് ചെയ്യുന്നതായിക്കോട്ടെ, ഇപ്പം ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതൊന്നും ഇല്ലാതെയും സിനിമകൾ ഒരുപാട് നല്ലപോലെ ഓടിയിട്ടുണ്ട്. അപ്പോൾ അത് സാറിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വ്യക്തിപരമായിട്ട് ഇപ്പം ഇങ്ങനെ കൊണ്ടുവന്നിരുത്തി എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂ കണ്ടതിൻ്റെ പേരിൽ കുറേ ആളുകൾ കയറി തഗ് സിനിമ കാണും എന്നൊരു വിശ്വാസം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ പടങ്ങളുടെ പ്രൊമോഷന് വേണ്ടി കുറേ ഇൻ്റർവ്യൂകളിൽ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ എന്നോടൊരു മടുപ്പ് തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നമുക്ക് വായിച്ചാൽ അറിയാം. അതിങ്ങനെ റെഗുലറായിട്ട് നമ്മൾ അതിനകത്ത് അഭിനയിച്ച ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിരുത്തി കുറേ ആളുകൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മളീ പറഞ്ഞത് തന്നെ കുറേ പറയുന്നു. ഇപ്പം ഞാനീ പറയുന്നത് പോലും പലതും ചില ആളുകൾക്ക് അതിനോട് എതിരഭിപ്രായം ഉണ്ടാവും. അത് ഈ സിനിമയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമയെ പ്രൊമോട്ട് ചെയ്യേണ്ടത് സിനിമയുടെ കണ്ടൻറ്റ് വെച്ചിട്ടാണ്. സിനിമയുടെ ട്രെയിലേഴ്സ്, സിനിമയിലെ സ്റ്റിൽസ്, അല്ലെങ്കിൽ സിനിമയുടെ ചെറിയ ചെറിയ അതിൻ്റെ ചെറിയ ചില ക്യാപ്സ്യൂൾസ് ഒക്കെ കൊടുത്തിട്ട് വേണം ആളുകളെ തിയേറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ. അതായത് സിനിമയിൽ അഭിനയിച്ച ഒരാൾ വന്ന് കുറേ ഇരുന്ന് പറഞ്ഞാൽ മടുപ്പ് തോന്നുള്ളൂ. ഞങ്ങളോട് മടുപ്പ് തോന്നും. പക്ഷേ ആ സിനിമയിൽ ജോലി ചെയ്തൊരാളെന്ന നിലയിൽ ആ സിനിമ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുള്ളതുകൊണ്ട് നിർമ്മാതാക്കളോ സംവിധായകരോ പറയുമ്പോൾ ഞങ്ങൾ ആ പ്രൊമോഷൻസിന് പോകാറുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് ഇങ്ങനൊരു ഇൻ്റർവ്യൂസ് വന്ന് കുറേ ആളുകളെ മടുപ്പിക്കാതെ ഇരിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. ഞാനിത് കേട്ടിട്ടുണ്ട് സാർ ഇങ്ങനെ മൂവി പ്രൊമോഷൻസിനെ പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പർട്ടിക്കുലർലി ചോദിച്ചത്. ഇപ്പം ഏറ്റവും അടുത്ത ഉദാഹരണം എന്ന് പറഞ്ഞാൽ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു പ്രൊമോഷൻസോ ഒരു ഇൻ്റർവ്യൂ ഒന്നുമില്ലാതെയാണ് പടം റിലീസ് ചെയ്തത്. പടം റിലീസ് ചെയ്ത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ അത് ഇഷ്ടപ്പെട്ട് ആളുകൾ തിയേറ്ററിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് എന്നാൽ പിന്നെ അതിൻ്റെ സക്സസ് വെച്ചിട്ട് അതിൻ്റെ ഒരു മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കുറേ ഇൻ്റർവ്യൂസിൽ വന്ന് ആളുകളെ മടുപ്പിച്ചിട്ടേ ഉള്ളൂ. അതങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആരാണെങ്കിലും എന്ത് കാര്യത്തിനും കിട്ടാതിരിക്കുന്ന കാര്യത്തിനാണ് വാല്യൂ. നമുക്ക് കയ്യിൽ കിട്ടാത്തൊരു സാധനത്തിനാണ് വാല്യൂ ഉള്ളത്. അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ആളുടെ മുമ്പിൽ വന്നിട്ട് ഇൻ്റർവ്യൂ നോക്കിയിട്ട് എപ്പോൾ മൊബൈൽ ഫോൺ എടുത്താലും കണ്ടിന്യൂസ് ആയിട്ട് ആളിങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വ്യക്തിയോട് ആളുകൾക്കൊരു മടുപ്പ് തോന്നുള്ളൂ. അങ്ങനെ ഞങ്ങളെയൊക്കെ മടുപ്പിക്കാതിരിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ. തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും നേരം സാറിൻ്റെ കൂടെ വന്ന് മടുപ്പിക്കാതിരിക്കാം അല്ലേ? മടുപ്പിക്കാതിരിക്കാം. അതെ, ഇതിപ്പോൾ കുറച്ചധികം നേരമായി എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി മടുപ്പിക്കാതിരിക്കാം. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചോദ്യം ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വ്യക്തിപരമായി അല്ല, ഞാൻ ചോദിച്ച് വരുമ്പോൾ അത് മറ്റൊരു രീതിയിലാവരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. വെള്ളം സിനിമയിൽ സാറ് പറഞ്ഞൊരു ഡയലോഗ് വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പം എനിക്കാണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഡയലോഗാണ്. ജയസൂര്യ സാറിൻ്റെ അടുത്ത് സാറ് പറയുന്നത്, ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ലൈഫിൽ ഇൻസൾട്ടഡ് ആയിട്ടുള്ളവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളത്. അത് ഒരുപാട് ആൾക്കാർക്ക് കണക്റ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ഇത് സാറിൻ്റെ പേഴ്സണൽ ലൈഫിൽ എപ്പോഴെങ്കിലും സാറിന് കണക്റ്റഡ് ആയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. ഞാനങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു ഇൻസൾട്ട് എനിക്കങ്ങനെ ഒരാളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വളരെ ഇൻസൾട്ട് ചെയ്തിട്ട് എന്നെ വിഷമിപ്പിച്ച് ഞാനൊരു വേദനയോടുകൂടി ഇറങ്ങിപ്പോകേണ്ട ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ അധ്യാപകർ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാരണവന്മാർ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ വന്നതിന് ശേഷം തന്നെ എൻ്റെ സീനിയറായിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ അങ്ങനെ ഒരു വേദനിപ്പിച്ചിട്ട്. ഇൻസൾട്ട് എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ് അല്ലേ? നമ്മളിൽ നിന്ന് ഉരുകിപ്പോകുന്ന ഒരു ഏർപ്പാടാണ് മറ്റൊരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക, കുറേ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ ചെറുതാക്കി കളയുക എന്ന് പറയുന്നത്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർക്കുന്ന ഒരു സന്ദർഭം പോലുമില്ല. ഞാൻ ആദ്യമായി അവസരം ചോദിച്ച് ചെന്ന ഒരു സംവിധായകൻ പോലും ഈ പടത്തിൽ വേഷമൊന്നും ഇല്ല, നമുക്ക് അടുത്ത പടത്തിൽ നോക്കാം, മാക്സിമം അത്രേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് അഭിനയം എൻ്റെ ഒരു ജോലിയായിട്ടൊരു പ്രൊഫഷനായിട്ട് കണക്കാക്കണ്ട കേട്ടോ. ഇയാളൊരു അഭിനയിക്കാൻ പറ്റിയ ഒരാളല്ല, മറ്റെന്തെങ്കിലും ജോലിക്കും കൂടി ശ്രമിക്കണം കേട്ടോ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ല പറഞ്ഞത്, എന്നെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് തരുന്ന പോലെ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അതുപോലും അന്നൊരു വിഷമം തോന്നിയിട്ടില്ല കേട്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഇത് അഭിനയം എൻ്റെ ഒരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതം മുഴുവൻ അഭിനയമാണെന്നോ ഞാൻ ചിന്തിക്കാത്തൊരു സമയത്താണ് അദ്ദേഹം അത് പറഞ്ഞത്. മറ്റുള്ള എന്തെങ്കിലും ജോലിയും കൂടെ നോക്കണം കേട്ടോ, കാരണം ഇതൊരു മെയിനായിട്ട് കണക്കാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലും ഒരു ഇൻസൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്നെ ഒരു വേദനിപ്പിക്കുന്ന ഒരു ഇൻസൾട്ടിൻ്റെ സന്ദർഭം ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ
എൻ്റെ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇല്ല. ഓക്കെ സാർ, എന്തായാലും ഇത്രയും നേരം സാർ ഇപ്പോൾ പറഞ്ഞ പോലെ 40 വർഷം കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇനിയും ഒരുപാട് നല്ല സിനിമകളും വ്യത്യസ്തമായ റോളുകളിലും സാറിനെ കാണാൻ പറ്റട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു. അതുപോലെ ബാലുവിനോടും പറയാം, ഇതൊരു വ്യക്തിപരമായ ഒരു അടുപ്പം കൊണ്ട് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആണ്. ബാലുവിൻ്റെ സിസ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ കിങ്ങിണിയുടെ കൂടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോൾ. എന്തായാലും ഈ സിനിമ ഒരു വലിയ വിജയത്തിലെത്തട്ടെ. ബാലുവിൻ്റെയും കരിയറിലൊരു നല്ല തുടക്കമാവട്ടെ. കാരണം എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു ചെറുപ്പക്കാരനാണ്. സിനിമയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടയുടെ വരും സിനിമകളിലും സാറിന് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടാവുകയും നല്ല രീതിയിൽ നല്ല സിനിമകൾ, നല്ല രചനകൾ ബാലുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. എല്ലാ ആശംസകളും തഗ്ഗ് സിനിമയ്ക്ക്. താങ്ക് യു സാർ. താങ്ക് യു.